ലാസ്റ്റ് പാർട്ടിൽ നോക്കിയത് ജാങ്കോയിൽ എങ്ങനെയാണ് ക്രെഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമുക്ക് എങ്ങനെയാണ് ബാക്ക് എൻഡ് ഡി ബിയിലേക്ക് ഒരു ഫോമിൽ നിന്ന് ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു നോക്കിയിരുന്നല്ലേ. ഇനി നമ്മൾ ഇനി വരുന്ന രണ്ടു എപ്പിസോഡിലൂടെ തന്നെ ORM ആയിരിക്കും നോക്കുന്നത്. ORM തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിരിക്കും കവർ ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ ബാക്ക് എൻഡ് ഡി ബി ആയി നമ്മൾ യൂസ് ചെയ്തിരുന്നത് SQLite ഡേറ്റാബേസ് ആയിരുന്നു. അതായത് ആ സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു ജാങ്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡീഫോൾട്ട് ഡേറ്റാബേസ് ആയ SQLite ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത് അല്ലേ. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് SQLite DB ആവില്ല യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ PostgreSQL ആയിരിക്കും, അല്ലെങ്കിൽ MySQL ആയിരിക്കാം, അല്ലെങ്കിൽ MongoDB ആയിരിക്കാം, അതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ DBs ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പം എങ്ങനെയാണ് ജാങ്കോ മറ്റ് DBകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ORM കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ബേസിക്കലി ബാക്ക് എൻഡിൽ ഏത് DB ആണെങ്കിലും നമ്മുടെ ഡേറ്റ ഫെച്ച് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒന്നും നമ്മൾ DB കൊറിയോ അല്ലെങ്കിൽ SQL കൊറിയോ ഉപയോഗിച്ചിട്ടല്ല കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്രിയേറ്റ് ചെയ്യാനാണോ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ SQL കൊറീസ് അല്ല ജാങ്കോയിൽ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഒബ്ജക്റ്റുകൾ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ബാക്ക് എൻഡ് DB SQLiteൽ നിന്ന് MySQLിലേക്ക് മാറാനോ അല്ലെങ്കിൽ PostgreSQLിലേക്ക് മാറാനോ ഒന്നും നമുക്ക് സാധാരണ ഒരു ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാവില്ല. അടുത്തായിട്ട് നമ്മൾ എങ്ങനെയാണ് ജാങ്കോ PostgreSQL യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നമ്മളൊരു മൂവി മാനേജർ പ്രൊജക്റ്റാണ് ലാസ്റ്റ് ചെയ്തിരുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നു. അതിൻ്റെ ഒരു ക്രെഡ് ഓപ്പറേഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. പൈത്തൺ manage.py run server. ഓക്കെ, ഓക്കെ നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട്. ഇതിൽ നേരെ ഓക്കെ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അതായത് മൂവി ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ. അപ്പം ഇതിനകത്ത് വരുന്ന ഡേറ്റ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ SQL3യുടെ അകത്തായിരുന്നു. നമ്മുടെ ഡീഫോൾട്ട് ഡേറ്റാബേസ് ആയിട്ടുള്ള SQL3യിലാണ് വന്നിരുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ സംസാരിച്ചപ്പം പറഞ്ഞിരുന്നു, നമുക്ക് ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിനകത്ത് ഇതുണ്ടോ ഡേറ്റാബേസസ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റാബേസ് ഡിക്ഷണറിയിൽ ഏത് ഡേറ്റാബേസ് ആണോ ഏത് ഡേറ്റാബേസിൻ്റെ പ്രോപ്പർട്ടീസ് ആണോ കോൺഫിഗറേഷനും പ്രോപ്പർട്ടീസ് ആണോ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ആ ഡേറ്റാബേസുമായിട്ടാണ് നമ്മുടെ പൈത്തൻ്റെ ജാങ്കോ ORM കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. സാധാരണ ഒരു ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ട ക്രെഡൻഷ്യൽസും പിന്നെ നമ്മുടെ ORMന് ആ പർട്ടിക്കുലർ ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡ്രൈവർ അല്ലെങ്കിൽ അഡാപ്റ്റർ എന്നൊക്കെ പറയാവുന്ന. അഡാപ്റ്റർ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബേസിക്കലി നമ്മൾ ORM നിങ്ങൾക്കറിയാം, ORM എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒബ്ജക്റ്റ് നമുക്ക് എന്തൊക്കെയാണോ ഏത് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് DB ആയിട്ട് ഏത് ഓപ്പറേഷൻസ് ചെയ്യാനാണെങ്കിലും നമ്മളത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചിലാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ബാക്ക് എൻഡിലുള്ള കൊറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്ക് എൻഡ് കൊറി ചിലപ്പോൾ പല ഡേറ്റാബേസിന് ഡിഫറെൻ്റ് ആവാം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കാണ് ഈ അഡാപ്റ്റർ ചെയ്യുന്നത്. അഡാപ്റ്റർ ശരിക്കും നമ്മുടെ ORMൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ SQL അല്ലെങ്കിൽ ഏതാണോ ബാക്ക് എൻഡ് DB അതിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്ററുമായിട്ടാണ് നമ്മുടെ ജാങ്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ബൈ ഡീഫോൾട്ട് കിടക്കുന്നത് SQL3 ആണ്. നമുക്കിപ്പോൾ PostgreSQL വേണമെന്ന് കരുതാം. ഇപ്പോൾ ഈ എഞ്ചിൻ നമ്മൾ ഏത് എഞ്ചിനാണോ നമുക്ക് വേണ്ടത് ആ എഞ്ചിൻ നമ്മൾ മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് Django.db.backend.sql3 എന്ന് പറഞ്ഞാണ് നമ്മുടെ ഡേറ്റാബേസിൻ്റെ ഇത് കിടക്കുന്നത്, SQL3 കിടക്കുന്നത്. അതേപോലെ തന്നെ PostgreSQL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ആദ്യം വേണ്ടത് നമ്മുടെ പോസ്റ്റ്ഗ്രെസിന് വേണ്ടിയുള്ള അഡാപ്റ്ററാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതിന് കുറേ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ PsychoPG2 എന്ന് പറയുന്ന ഒരു അഡാപ്റ്ററാണ്. നമ്മൾ ഈ എക്സാമ്പിളിൽ കാണിക്കുന്ന PostgreSQL ആണ്. പക്ഷേ PostgreSQL മാത്രമല്ല, നമുക്ക് MySQL ആണെങ്കിലും ഏതാണെങ്കിലും ഈ പ്രൊസീജിയേഴ്സൊക്കെ സെയിം ആണ്. ഏത് DBയിലേക്കാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അഡാപ്റ്റർ വേണം. അതിനുശേഷം അതിൻ്റെ കോൺഫിഗറേഷൻസ് നമ്മൾ ഡേറ്റാബേസ് സെറ്റിങ്സിനകത്ത് പറഞ്ഞെടുക്കുക. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം PostgreSQLിലാണെങ്കിൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ കുറേ അഡാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന PostgreSQLിന് വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് PsychoPG2 എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വേറെയും കുറേ ഉണ്ടാവും.
അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമ്മൾ പൈപ്പ് ഇൻസ്റ്റാൾ psycopg2 എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഏത് മോഡ്യൂൾ മിസ്സിംഗ് ആണെങ്കിലും ഈ പൈപ്പ് ഇൻസ്റ്റാൾ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. അത് ഏത് മോഡ്യൂളാണ് നിങ്ങൾക്ക് വേണ്ട ഫംഗ്ഷനാലിറ്റിക്ക് ഏത് മോഡ്യൂളാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പൈപ്പ് ഇൻസ്റ്റാൾ psycopg2. ഓക്കെ, ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഈ മെഷീൻ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് റിക്വയർമെൻറ്റ് ഇപ്പം നിങ്ങളുടെ ഇതിലാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം psycopg2 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റാബേസിൽ കുറച്ച് സെറ്റിങ്സ് മാറ്റാൻ വരുത്തേണ്ടതുണ്ട്. ഡേറ്റാബേസിൽ നമ്മൾ മാറ്റേണ്ട സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SQL3ക്ക് നമുക്ക് യൂസർ നെയിമോ പാസ്വേഡോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ PostgreSQLൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് തരും. ഓക്കെ, SQL3 ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഉണ്ടോ, ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഫയൽ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം അതിന് നമ്മൾ വേറെ ക്രെഡൻഷ്യൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ PostgreSQLിൽ ലോഗിൻ ചെയ്യുന്നത്, SQLിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ PSQLിൻ്റെ ഷെല്ല് എടുക്കുന്നു. PSQLിൻ്റെ ഷെല്ലിൽ ആക്ച്വലി നമ്മൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഡിഫോൾട്ട് നെയിം ഡാറ്റാബേസ് നെയിം ഒക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റർ അടിച്ചിരിക്കുന്നു. യൂസർ നെയിം PostgreSQL എന്നാണ് ഡിഫോൾട്ട് വരുന്നത്, അത് കൊടുക്കുന്നു. പിന്നെ അവസാനം പാസ്വേഡ് ചോദിക്കുന്നു. നിങ്ങൾ എന്ത് പാസ്വേഡാണോ സെറ്റ് ചെയ്തത് ആ പാസ്വേഡാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് PostgreSQL ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ PostgreSQL ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് അടിക്കുന്നു. ക്രിയേറ്റ് ഡേറ്റാബേസ്, നമ്മൾ ഡേറ്റാബേസ് നെയിം വെറുതെ മൂവീസ് DB എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി /c ഈ കമാൻഡുകളെല്ലാം നമ്മൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുമേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതായത് നമ്മളുടെ ഏത് ഡേറ്റാബേസ് ആണോ ആ ഡേറ്റാബേസിലേക്ക് ഇപ്പോൾ കയറാൻ വേണ്ടിയാണ് ആ /c movies_db എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഡേറ്റാബേസിലായി. ഇനി നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ടേബിൾസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം /dt എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ടേബിൾസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി അടുത്തത് നമ്മൾ നേരെ നമ്മുടെ സെറ്റിങ്സ് എടുക്കുന്നു. ഓക്കെ, ഇപ്പോഴും നമ്മുടെ കിടക്കുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും സ്റ്റെപ്സാണ് ചെയ്തത്. ആദ്യം നമ്മൾ അതിൻ്റെ അഡാപ്റ്റർ psycopg2 എന്ന് പറയുന്ന അഡാപ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തു, പൈപ്പ് ഇൻസ്റ്റാൾ വെച്ച്. പിന്നെ നമ്മൾ ബാക്ക് ആൻഡ് DBയിൽ പോയിട്ട് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, movies_db എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഇപ്പം നമ്മൾ ബാക്ക് എൻഡിൽ ഒരു DB ക്രിയേറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ ജാങ്കോയിൽ നമുക്ക് ഈ ഡീറ്റെയിൽ, അതായത് PostgreSQLൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നമ്മൾ ജാങ്കോയിൽ പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം settings.pyയിലെ ഡേറ്റാബേസസിൽ വരുന്നു. ആ ഡേറ്റാബേസസിൽ ഇപ്പോൾ കിടക്കുന്ന SQL3യുടെ ഡീറ്റെയിൽ ആണ്. നമ്മളത് നേരെ മാറ്റിക്കൊടുക്കുകയാണ്, PostgreSQLൻ്റെ മാറ്റിക്കൊടുക്കുകയാണ്. അതിനുവേണ്ടി നെയിം ഉണ്ട്, അതേപോലെ തന്നെ ഹോസ്റ്റ്, പോർട്ട്. ഇപ്പം MySQLിലാണെങ്കിലും ഈ ഒരു ഡേറ്റ എല്ലാം തന്നെ ആവശ്യമുള്ളതാണ്. പാസ്വേഡ്, അതായത് നമ്മൾ ഇവിടെ നോക്കിയറിയാം, നമ്മൾ ആദ്യം ലോഗിൻ ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ച ഡേറ്റാസ് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ SQL ഷെല്ലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് കണ്ടോ, അതിനകത്ത് ഹോസ്റ്റ് ഉണ്ട്, ഡേറ്റാബേസ് ചോദിക്കുന്നുണ്ട്, പോർട്ട് ചോദിക്കുന്നുണ്ട്, യൂസർ നെയിം, പാസ്വേഡ്. ഈ ഡേറ്റ തന്നെയാണ് ഈ എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റാസ്. ഓക്കെ, ഇത് നെയിം, യൂസർ, പാസ്വേഡ്, ഹോസ്റ്റ്, പോർട്ട്, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്.
ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. നമ്മളിവിടെ ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ലോക്കൽ ഹോസ്റ്റ് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമുക്കിപ്പം ഈ മെഷീനിൽ നിന്ന് തന്നെയാണ് ആ ഇൻഫർമേഷൻ ആ ഡാറ്റാബേസ് സെർവർ കിടക്കുന്നത്. അതിന് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. അതുപോലെ പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ബൈ ഡീഫോൾട്ട് തന്നെ നമ്മളുടെ ഇതിൻ്റെ SQLൻ്റെ പോർട്ട് എന്ന് പറയുന്നത് 5432 ആണ്. നമ്മളത് തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, യൂസറും നമ്മളൊരു ഡീഫോൾട്ട് യൂസറിനെ തന്നെയാണ് അവിടെ യൂസ് ചെയ്തത്. അതായത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് യൂസർ നെയിം നിങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പോസ്റ്റ്ഗ്രസ് എന്നുള്ള യൂസർ നെയിം തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത പാസ്വേഡ്. എന്താണോ പാസ്വേഡ് നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് കൊടുത്തത് അത് തന്നെ കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 1 2 3 നമുക്ക് എന്ത് പാസ്വേഡാണോ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ ഡാറ്റാബേസിൻ്റെ ബാക്ക് എൻഡിലെ DB മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ബാക്ക് എൻഡ് DB PostgreSQL ആക്കിയേക്കുവാണ്. ഇനി നമ്മൾ ഇപ്പോൾ ശരിക്കും വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പം നേരത്തെ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന SQL3 ആയിട്ടായിരുന്നു. SQL3-യിലായിരുന്നു നമ്മൾ ഈ പറയുന്നത് എല്ലാ ഡേറ്റയും ഫീഡ് ചെയ്തിരുന്നത്, എല്ലാം ചെയ്തിരുന്നത്. ഇപ്പം നമ്മുടെ ബാക്ക് എൻഡ് DB കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യണം, മിഗ്രേറ്റ് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ മിഗ്രേഷൻ അപ്ലൈ ചെയ്തിരുന്നത് എന്തിലായിരുന്നു, SQL3-യിൽ മാത്രമായിരുന്നു. വീണ്ടും മിഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എറർ അടിച്ചിരിക്കുന്നത് നെയിം ഞാൻ മാറ്റി കൊടുക്കാൻ മറന്നുപോയി. സോറി, ഈ നെയിം നമ്മൾ പഴയത് തന്നെയാണ് കിടന്നിരുന്നത്. ഇത് ഡേറ്റാബേസിൻ്റെ നെയിം. ഇവിടെ എൻജിൻ നെയിം, ഹോസ്റ്റ്, പാർട്ട്, യൂസർ നെയിം, പാസ്വേഡ് എന്ന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. DBയുടെ നെയിം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. DBയുടെ നെയിം ഇവിടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൊടുത്ത DBയുടെ നെയിം മൂവീസ് DB എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടെ മിഗ്രേഷൻ അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരുന്നത് PostgreSQLൻ്റെ നമ്മുടെ PSQLൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. എൻജിൻ ഏതാണ്, നെയിം, DB നെയിം ഏതാണ്, നമ്മൾ കണക്ട് ചെയ്യേണ്ട ഏത് DB ആയിട്ടാണ്, ഹോസ്റ്റ് നെയിം എന്താണ്, പോർട്ട് നെയിം എന്താണ്, യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്. വീണ്ടും നമ്മൾ മിഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പം മിഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീണ്ടും ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന കാണാം. SQL8-ൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പം നമ്മുടെ എന്തിലാണ്, നമ്മുടെ PSQL-ലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ വീണ്ടും ടേബിൾസ് കാണാൻ വേണ്ടിയുള്ള കമാൻഡ് അടിക്കുന്നു. ഓക്കെ, ഇപ്പം എന്തേ ഇവിടെ ടേബിൾ ക്രിയേറ്റ് ആയേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കുക. പൈത്തൺ manage.py run server. ഓക്കെ, ലിസ്റ്റ് എടുക്കുക. ഓക്കെ, എന്ത് പറ്റി? കാരണം ടൈറ്റിൽ ഇപ്പോൾ എല്ലാ ഡേറ്റയും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്ന എല്ലാ ഡേറ്റയും കിടന്നിരുന്നത് SQL3-യിലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഡേറ്റയില്ല, എല്ലാം എംപ്റ്റിയാണ്. കാരണം ഇവിടെ നമ്മുടെ പുതിയ ടേബിൾസാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു ടേബിൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തു, ലിസ്റ്റ് വന്നു. ഓക്കെ, ഇപ്പം എന്തേ നമ്മുടെ ഡേറ്റ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഡേറ്റ വന്നു. എഡിറ്റ് ചെയ്താൽ എഡിറ്റ്. പ്രത്യേകിച്ച് നമ്മൾ കോഡിൽ ഒരു ചേഞ്ചും തന്നെ വരുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ബാക്ക് എൻഡ് DB ഏതാണെന്നുള്ളത് മാത്രം നമ്മുടെ settings.py-ക്കകത്ത് മാറ്റി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ORM അല്ലെങ്കിൽ ഒരു Django ഫ്രെയിംവർക്ക് അല്ലാതെ നമ്മളൊരു ട്രഡീഷണൽ അപ്രോച്ചിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ ബാക്ക് എൻഡ് ക്വറീസ് എല്ലാം തന്നെ വീണ്ടും റീറൈറ്റ് ചെയ്യേണ്ട വന്നേനും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. നമ്മളിപ്പം ഇപ്പോൾ PostgreSQL കണക്ട് ചെയ്ത പോലെ തന്നെ MySQL-ആയിട്ടും Django-യിൽ കണക്ട് ചെയ്യാം. അപ്പോൾ MySQL കണക്ട് ചെയ്യണ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് MySQL ക്ലയൻറ്റ് എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്. അതാണ് നമ്മുടെ MySQL കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ശേഷം നേരെ നമ്മുടെ DBയുടെ ഇതേപോലെ MySQL-ൻ്റെ യൂസർ നെയിമും പാസ്വേഡും പിന്നെ നമ്മുടെ എൻജിനും എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇത്രയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി സപ്പോസ് ഇനി എന്തെങ്കിലും ഒരു അഡീഷണൽ ചേഞ്ച് നമ്മുടെ മോഡലുകളിൽ വരുത്തുകയാണെങ്കിൽ നമ്മൾ വീണ്ടും മിഗ്രേഷൻ ചെയ്യുക, വീണ്ടും മിഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മോഡൽസിൽ
ഓക്കെ, ഇവിടെ ടൈറ്റിൽ ഇയർ ഡിസ്ക്രിപ്ഷനുള്ളൂ. നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ ചെയ്യുവാണ്, അതിൻ്റെ അകത്ത് ഒരു അഡീഷണൽ നമുക്കൊരു മൂവീസിൻ്റെ ഒരു ഫോട്ടോയും കൂടെ, അല്ലെങ്കിൽ അതൊരു തംബ്നെയിലായിട്ട് ഒരു ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതാം. അതിനുവേണ്ടി നമ്മളൊരു അഡീഷണൽ ഫീൽഡ് കൊടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നേരത്തെ മോഡൽസിൻ്റെ ഫീൽഡ് പറയുന്ന സമയത്ത് നമ്മൾ ഫയൽ ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഡേറ്റാബേസിൽ നമ്മൾ ഫയൽ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ആ ഫയലിൻ്റെ പാത്താണ് നമ്മുടെ ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അതായത് ഫയൽ ഏതെങ്കിലും നമ്മുടെ സെർവറിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡീഷണൽ സ്റ്റോറേജിലോ സ്റ്റോർ ചെയ്ത ശേഷം ആ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാത്താണ് നമ്മുടെ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ DBയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജാങ്കോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്ഷേ അത് മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ഇമേജ് ഫയൽസ് മാത്രം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇമേജ് ഫീൽഡ്, അതുപോലെ ഫയൽസ് തന്നെയാണെങ്കിൽ ഫയൽ ഫീൽഡ്, ഇങ്ങനെയുള്ള കുറേ ഫീൽഡുകൾ മോഡൽസിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപ്പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പോകുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇമേജ് ഫീൽഡ് ഇട്ട് കാണിക്കുകയാണ്. ഈ ബാക്ക് എൻഡിൽ ഇനി നമ്മൾ എന്തെങ്കിലും നമ്മുടെ മോഡൽസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമാണ് നമ്മൾ വീണ്ടും മേക്ക് മൈഗ്രേഷൻ ചെയ്യേണ്ടതും അതുപോലെ വീണ്ടും നമ്മുടെ മിഗ്രേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മുടെ മൂവീസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുവാണ്, നമ്മളൊരു മൂവി ഇൻഫർമേഷൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മൂവിയുടെ തംബ്നെയിലൂടെ, അതായത് ആ മൂവിയുടെ പോസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു തംബ്നെയിലൂടെ ഇവിടെ ഇടണമെന്ന് കരുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഫയൽ, അതായത് അങ്ങനെ ഇടുന്നെങ്കിൽ നമ്മുടെ ബാക്ക് ആൻഡ് DBയിൽ നമുക്ക് ഒരു ഇമേജ് സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ. ഇമേജ് അല്ലെങ്കിൽ ഫയൽസൊക്കെ നമ്മൾ DBയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫയൽ നമ്മുടെ സെർവറിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറേജിലോ സ്റ്റോർ ചെയ്യും. ശരിക്കും ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ പാത്ത് നിങ്ങൾ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത്, സെർവറിൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റോറേജിൽ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ പാത്തായിരിക്കും DBയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ടേബിളുകളിൽ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ജാങ്കോയിൽ ഈ ഫയൽസൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി മോഡൽസിൽ ഫീൽഡുകളുണ്ട്. നമ്മൾ നേരത്തെ ക്യാരക്ടർ ഫീൽഡ്, ഇൻറ്റിജർ ഫീൽഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ജാങ്കോയിൽ ഫയൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഫയൽ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഫയൽ ഫീൽഡിന് നമ്മൾ സാധാരണ ആർഗ്യുമെൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എവിടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ഫയൽ ഫീൽഡ് പോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഇമേജ് ഫീൽഡ് ഉണ്ട്. ജാങ്കോയിൽ തന്നെ ഇമേജ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡും ഉണ്ട്. ഇമേജ് ഫീൽഡ് ഫോട്ടോ അല്ലെങ്കിൽ അത് ഫോട്ടോസ് മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇമേജ് ഫീൽഡ്. ഇമേജ് ഫീൽഡിന് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം, ഏത് ഫോൾഡറിലാണ് ചെയ്യുന്നത്, ഈവൻ ഇമേജ് ടൈപ്പും എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ജാങ്കോയിൽ നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ഒരു ഇമേജ് ഫീൽഡ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും, ഇപ്പോൾ വരുന്ന നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് എവിടെയാണ് നമ്മുടെ ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. അല്ല, ഇമേജസ് പാത്ത് നമ്മൾ നേരത്തെ സ്റ്റാറ്റിക്കിനകത്ത് നമ്മൾ നേരത്തെ ഇമേജസ് കുറച്ച് സ്റ്റോർ ചെയ്തിരുന്നു. പക്ഷേ ആ ഇമേജസ് സ്റ്റാറ്റിക്കാണ്, അതായത് യൂസർ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകളല്ല നമ്മുടെ സ്റ്റാറ്റിക്കിൽ കിടക്കുന്നത്. അതിന് പകരം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ തന്നെ ഡിസൈനിലൊക്കെ വരുന്ന ഇമേജുകളാണ്. അതെപ്പോഴും നമ്മൾ പിന്നീട് ചേഞ്ച് ഒന്നും വരുന്നതല്ല. അതേസമയം ഇവിടെ നമ്മുടെ മൂവിയുടെ ഇൻഫർമേഷനൊക്കെ ശരിക്കും യൂസർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അതൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ലോഗോയോ അല്ലെങ്കിൽ ഡിസൈൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജുകളൊക്കെ സ്റ്റാറ്റിക് ഇമേജസ് ആണ്. അതല്ല, അത് ഡൈനാമിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഇമേജുകൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫോൾഡറിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫോൾഡർ ഏതെന്നുള്ളത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്റ്റാറ്റിക്കിൽ ചെയ്ത അതേ ഇത് തന്നെ നമ്മൾ നേരെ ഇവിടെ എത്തുന്നു. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിക് URL പറഞ്ഞു കൊടുത്ത പോലെ തന്നെ നമ്മൾ മീഡിയ URL പറഞ്ഞു കൊടുക്കുന്നു. ഇത് മീഡിയ ഫയൽസ് അല്ലെങ്കിൽ മീഡിയ URL ഏതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അത് ഇവിടെ ഞാൻ മീഡിയ എന്ന് പറഞ്ഞൊരു URL പറഞ്ഞു കൊടുത്തു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മീഡിയ റൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, മീഡിയ URL, മീഡിയ റൂട്ട്. ഓക്കെ, നമ്മൾ മോഡൽ ഫോംസ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പോസ്റ്ററിനുള്ള ഫീൽഡ് വന്നത്. അതായത് നമ്മൾ നേരത്തെ മൂവി മാനേജറിൻ്റെ സമയത്ത്
നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? ആ ഫോംസ് ഡോട്ട് പി വൈയിൽ നമ്മൾ കണ്ടോ ഫീൽഡ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഓൾ എന്നാണ്. ഈ ഓൾ എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മോഡൽ ഫോമിൽ മൂവി ഫോമിൻ്റെ മോഡലിൽ എന്തൊക്കെ ഫീൽഡ് നമ്മൾ അഡീഷണൽ വരുത്തിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോമിൽ വരുന്നത്. ആ ഫീൽഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ വ്യൂസ് ഡോട്ട് പി വൈക്കകത്ത് ചെയ്തിരുന്നത് ഇത് കണ്ടോ, നമ്മൾ നേരെ ക്രിയേറ്റ് ഫംഗ്ഷനിൽ ചെയ്തിരിക്കുന്ന വെറുതെ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ ടൈറ്റിൽ കൊടുക്കുന്നു, ഏതെങ്കിലും ഒരു മൂവി ഡാറ്റ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഓക്കെ, നമ്മളൊരു മൂവി ടൈറ്റിൽ കൊടുത്തു, ഇയർ കൊടുത്തു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ഫയൽ പോസ്റ്റർ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുന്നു. പക്ഷേ ഇതവിടെ ദിസ് ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞു വരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മൂവി ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. ഈ വാലിഡേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഫോമിലെ എല്ലാ ഡേറ്റയും, അതായത് ഇങ്ങനെ നമ്മൾ കൊടുത്ത ശേഷം ഇവിടെ ഈസ് വാലിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നോക്കുന്നത് മോഡൽ ഫോമിലെ എല്ലാ ഡേറ്റയും നമ്മുടെ ഫോമിൽ എൻ്റർ ചെയ്തോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ ടൈപ്പ് കറക്റ്റ് ആണോ, ഇതൊക്കെയാണ് അവിടെ വാലിഡേഷനകത്ത് നടത്തുന്നത്. അപ്പോൾ ഈ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയലിൻ്റെ അവിടെ നോക്കിയറിയാം, ഈ ഫയലിൻ്റെ അവിടെ മാത്രം റിക്വയർഡ് എന്ന് പറഞ്ഞു വരാൻ കാരണം എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഇമേജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐക്കണേ വരുന്നുള്ളൂ, ഒരു അൺനോൺ ഇമേജിൻ്റെ ഐക്കണേ വരുന്നുള്ളൂ. നമ്മളവിടെ ഇമേജ് അഡ്രസ്സ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് കോപ്പി ഇമേജ് അഡ്രസ്സ് എടുത്തു. ഓക്കെ, എന്നിട്ട് അത് വേറെ ബ്രൗസറിലൊന്ന് സേവ് ചെയ്തിട്ടു. ഇപ്പോൾ ഇവിടെ പേജ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വരികയാണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഡീബഗ് ട്രൂ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മീഡിയ ഡോട്ട്, അതായത് നമ്മുടെ സെർവറിൽ നിന്ന് പേജസ് ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇമേജ് ആക്സസ് ചെയ്യണമല്ലോ ഫയൽ ആക്സസ് ചെയ്യണമല്ലോ ആ URL നമ്മുടെ urs.py മാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേജ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ മീഡിയ ഫയൽസ് മാച്ച് ചെയ്യാൻ വേണ്ടി മീഡിയ ഫയൽസ് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ URL പാറ്റേണിൻ്റെ ഒപ്പം ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. മൂവി മാനേജർ വരുന്നു, ഈ ഒരു കണ്ടീഷനോട് ആഡ് ചെയ്തിരുന്നു. ഇതിനകത്ത് ഒന്നുമില്ല, നമ്മുടെ മീഡിയയുടെ പാത്തോട് അവർ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. ഒന്ന് സെറ്റിങ്സ്, പിന്നെ രണ്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ. ഓക്കെ, URL പാറ്റേൺസിനൊപ്പം അതും കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, സ്റ്റാറ്റിക്സിനകത്ത് നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മീഡിയ URL മീഡിയ റൂട്ടോടെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം എന്താ ഇവിടെ URL ആക്സസ് ആയി. ഓക്കെ, അപ്പം നേരെ നമ്മുടെ ഇമേജ് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ഡിസ്പ്ലേ ചെയ്തു. ഇനി നമ്മൾ വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ആഡ് ചെയ്യുന്നു, ഇയർ കൊടുക്കുന്നു, ഡേറ്റാസ് ആഡ് ചെയ്യുന്നു, ഇമേജ് ഫയൽ ചൂസ് ചെയ്യുന്നു. സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ, ലിസ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇമേജസ് ഫയൽ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക്കായിട്ട് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്സ് ഞാനൊന്നുകൂടെ പറയാം. നമ്മൾ മൂവീസിനകത്ത് മോഡൽസിൽ ഈ പോസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇമേജ് ഫീൽഡ് ഡിക്ലെയർ ചെയ്തു.
അതുപോലെ തന്നെ സെറ്റിങ്സിൽ ചെന്നിട്ട് നമ്മൾ മീഡിയ URLും മീഡിയ റൂട്ടും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ ഈ ഇമേജ് എന്ത് ചെയ്തു, അതിനുശേഷം നമ്മൾ മേക്ക് മിഗ്രേഷൻ അപ്ലൈ ചെയ്തു. മേക്ക് മിഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. ചില സമയത്ത് നമ്മൾ ഇമേജ് ഫീൽഡൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ജാങ്കോയിൽ തന്നെ നിങ്ങൾക്ക് ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. ഒരു മൊഡ്യൂൾ പില്ലോ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കടന്നുകൊണ്ടാണ് എനിക്കത് വരാഞ്ഞത്. ആ വരുന്ന സമയത്ത് ഈ പൈപ്പ് ഇൻസ്റ്റാൾ പില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാക്കേജ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അത് ട്രൈ ചെയ്താൽ മതി, എറർ മാറും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്തു, urs.py-യിൽ മീഡിയയുടെ URL പാറ്റേൺ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ list.html-ന് അകത്ത് movieobj.poster.url എന്ന് പറഞ്ഞുകൊണ്ട് URL സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയുമാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ORM-ലെ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻസ്, അതായത് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് ഉള്ളത് എന്നുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ എന്നാൽ ബൈ.